ഒരു കാട്ടിൽ ഒരു ആൽമരത്തിന് താഴെ മിൻകി കൊക്കിന്റെയും ടോണി കൊക്കിന്റെയും വീടുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ മിൻകി കൊക്ക് 3 മുട്ടകൾ ഇട്ടു. ദൈവത്തിന്റെ കരുണ, നീ ഇന്ന് ആദ്യമായി മുട്ടയിട്ടിരിക്കുന്നു മിങ്കി. നമ്മൾ വേഗം അമ്മയും അച്ഛനുമാകും. എനിക്കത് ചിന്തിക്കുമ്പോൾ തന്നെ സന്തോഷമാകുന്നു. ഒരു കുറുക്കൻ തന്റെ ഗുഹയിലിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കും ചിന്തിക്കുമ്പോൾ എന്തോ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ആ 3 മുട്ടയും കഴിച്ചു കഴിയുമ്പോൾ കൂടുതൽ സന്തോഷമാകും. അപ്പോൾ അവരുടെ അടുത്തേക്ക് മോണ്ടു താറാവ് വന്നു. അരെ വാ മിങ്കി, നീ 3 മുട്ടയിട്ടിരിക്കുന്നല്ലോ. അതിന്റെ അർത്ഥം ഞാൻ അമ്മാവനാകാൻ പോകുന്നു. അതേ മൊണ്ടുചേട്ടാ, താങ്കൾ വേഗം അമ്മാവനായി മാറും. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് സുഖമാണോ മോണ്ടു? ഞാൻ അടിപൊളിയായി പോകുന്നു. നദിയുടെ അടുത്തുള്ള കുളത്തിൽ ഒരുപാട് ഗോൾഡൻ ഫിഷുകളുണ്ട്. ഞാൻ നിങ്ങളെയും അറിയിക്കണമെന്ന് ഓർത്തു. എന്താ പറഞ്ഞേ? ഗോൾഡൻ ഫിഷോ? അത് രണ്ടുപേരുടെയും ഫേവറേറ്റ് ആണ്. വാ, നമുക്ക് പോയേക്കാം. അവർ രണ്ടുപേരും തങ്ങളുടെ മുട്ട അവിടെ തന്നെ വെച്ച് മോണ്ടു താറാവിന്റെ ഒപ്പം പോയി. അപ്പോൾ കുറുക്കൻ വായിൽ വെള്ളം മൂറിക്കൊണ്ട് മുട്ടയുടെ അടുത്തേക്ക് പോയി. നമ്മൾ മാതാപിതാക്കളാവുന്നത് സന്തോഷം തോന്നുന്നു. പിന്നെ ഞാൻ അമ്മാവനുമാകും, അതിലും എനിക്ക് സന്തോഷമുണ്ട്. കൊള്ളാം, മാതാപിതാക്കളും അമ്മാവനുമാകുന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഇതെല്ലാം തിന്ന് അവരുടെ സ്വപ്നത്തെയും വിഴുങ്ങാൻ പോകുന്നു. ഇത് പറഞ്ഞ് ഓരോന്നായി 2 മുട്ടകൾ ആ കുറുക്കൻ കഴിച്ചു. കൊള്ളാമല്ലോ, നല്ല സ്വാദുള്ള മുട്ട. ഇതിന്റെ സ്വാദ് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല. അതിനുശേഷം ആ കുറുക്കൻ 3ാമത്തെ മുട്ടയും കഴിച്ചു. വയറ് നിറഞ്ഞു. ഇന്ന് വരെ എത്ര മുട്ട കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മിൻകു കൊക്കിന്റെ മുട്ടയ്ക്ക് നല്ല രുചിയാ. കുറച്ചു കഴിഞ്ഞ് മിൻകിക്കൊക്കും ടോണിക്കൊക്കും തിരിച്ചു വന്നപ്പോൾ കൂട് കാലിയായിരിക്കുന്നു. അയ്യോ, ഇതെന്താ? എന്റെ മുട്ട ആരാ എടുത്തത്? ഏതോ ദുഷ്ടമൃഗം നമ്മുടെ മുട്ട കൊണ്ടുപോയി. മിൻകുവിന് ഇത് കണ്ട് വിഷമമായി. ടോണിയും തല താഴ്ത്തി നിന്നു. എന്നാൽ ദൂരെ നിന്ന കുറുക്കൻ ഒരുപാട് സന്തോഷമായി കാണപ്പെട്ടു. ആ ദിവസം രാത്രി അവർ കുറുക്കമേ വന്നില്ല. അങ്ങനെ നേരവും വെളുത്തു. വാ മിങ്കി, ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകാം. അത് കഴിഞ്ഞ് നീ വീണ്ടും മുട്ടയിട്. എത്ര നേരം വിഷമിച്ചിരിക്കും? മുട്ടയിട്ട് കഴിഞ്ഞ് പിന്നെയും ആരെങ്കിലും അത് തിന്നാലോ? പിന്നെ നിങ്ങൾ എന്നെ എങ്ങനെ സമാധാനിപ്പിക്കും? ഇത് കേട്ട് ടോണി എന്തോ ചിന്തിച്ചു. അവൻ അടുത്തുകിടന്ന കല്ലുകളിൽ നിന്നും ഒരു വെളുത്ത കല്ല് തന്നെ നോക്കിയെടുത്തു. അത് കൂടിന്റെ അകത്തും വെച്ചു. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നമുക്ക് നോക്കാം മിങ്കി. അവൻ പിന്നെയും പോയി ഒരു വെളുത്ത കല്ലും കൂടി എടുത്തുകൊണ്ടുവന്നു. അതും ആ കൂടിന്റെ അകത്ത് വെച്ചു. ഈ 2 കല്ലും കാണാൻ മുട്ട പോലെ തന്നെയുണ്ട്. നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം നമ്മുടെ മുട്ട ആരാണ് മോഷ്ടിക്കുന്നതെന്ന്. ശരി, നോക്കാം എന്താ പറ്റുന്നതെന്ന്. അവർ രണ്ടുപേരും മുൻപോട്ട് നടന്ന് കുറെ ദൂരെ നിന്ന് ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആ സമയം കുറുക്കൻ ഉറക്കം എഴുന്നേറ്റിരുന്നു. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇവിടെ അതിന് ആരുമില്ലല്ലോ. ആർക്ക് ഗുഡ് മോർണിംഗ് പറയാനാ? ഇത് പറഞ്ഞ് അതിന്റെ നോട്ടം നേരെ മുട്ടയിലേക്ക് തന്നെ പോയി. അതിന്റെ മുഖവും തെളിഞ്ഞു. അത് ഓടി അവിടേക്ക് വന്നു. ഇവർ രണ്ടുപേരും ഇന്ന് രാവിലെ തന്നെ എനിക്ക് മുട്ടയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇവർക്ക് എന്നോട് എന്തൊരു സ്നേഹമാ. ഇങ്ങനെ പറഞ്ഞത് നേരെ വാ കൊണ്ടുപോയി വെച്ചു. അയ്യോ, അതൊരുപാട് കഷ്ടപ്പെട്ടു. അത് കല്ല് വായിൽ നിന്നും പുറത്ത് തള്ളുകയും ചെയ്തു. അയ്യോ ദൈവമേ, ഇത് കല്ലാണല്ലോ. ഈ കൊക്ക് എന്തോ പണി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അടുത്ത തവണ ഞാൻ നോക്കിക്കോളാം. ഇന്നിവിടെ നിന്നും പോയേക്കാം. ഇങ്ങനെ പറഞ്ഞത് തന്റെ ഗുഹയുടെ അകത്തേക്കും പോയി. ദൈവമേ, അതൊരു കുറുക്കനായിരുന്നു. ഇതിന്റെ കയ്യിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമുക്ക് മാതാപിതാക്കളാകാനുള്ള ആഗ്രഹം വിട്ടേക്കാം. ഇത് നമ്മളെക്കാൾ ശക്തനായ മൃഗമാണ്. എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിന് പകരം ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട സമയമാ. ഇത് കേട്ട് മിൻകു കൊക്കിന് ഒന്നും തന്നെ മനസ്സിലായില്ല. എന്നാൽ ടോണി കൊക്ക് എന്തോ ഒന്ന് ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മിങ്കി, എന്റെ കൂടെ വാ.
മിൻകിക്കൊക്ക് ടോണിക്കൊക്കിന്റെ ഒപ്പം ഒരു ഗുഹയുടെ അടുത്തേക്ക് പോയി. അവിടെ ഒരു സിംഹവും ഇരിപ്പുണ്ടായിരുന്നു. ഷേർഖാൻ, ഷേർഖാൻ, താങ്കളുടെ ജീവൻ അപകടത്തിലാണ്. വേഗം ഇവിടെ നിന്ന് പോകൂ. നീ എന്തായി പറയുന്നത്? എന്റെ ജീവൻ ആര് കാരണമാണ് ആപത്തിലുള്ളത്? ഒരു ക്രൂരനായ കുറുക്കൻ ഇവിടെ ഉണ്ട്. അവൻ ഇതുവരെ ഒരുപാട് മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. അത് ഇപ്പോൾ പറയുവാ ഷേർഖാനെ അവന്റെ ഗുഹയ്ക്കകത്ത് കയറി കൊല്ലുമെന്ന്. ഒരു കുറുക്കൻ? ഇത് കേട്ട് ഷേർഖാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി. ശരി, വിളിച്ചുകൊണ്ടുവാ അവനെ. ഞാൻ എന്റെ ഗുഹയ്ക്കകത്ത് തന്നെ അവന് വേണ്ടി കാത്തിരിക്കാം. നോക്കാം ആരെ കൊല്ലുന്നുവെന്ന്. ശരി ഷേർഖാൻ, നാളെ ഞങ്ങൾ അവനുമായി വരാം. ഇത് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നും പോയി. കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ മിൻകി ടോണിയോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്തത്? ഷേർഖാനോട് കള്ളം പറഞ്ഞിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ കുറുക്കന്റെ ചിന്തകളാണ് അതിന്റെ ബലഹീനത. നമുക്ക് അവന്റെ ബലഹീനതയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയാം, ശ്രദ്ധിച്ച് നീ കേൾക്ക്. ഇങ്ങനെ പറഞ്ഞ് ടോണി മിൻകിയോട് എന്ത് കാര്യമാണ് പറഞ്ഞത്? അവർ രണ്ടുപേരും കൂടിന്റെ അടുത്തേക്ക് പോയി. മിണ്ടാതെ ഉറങ്ങി. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. രാവിലെ ആകുമ്പോൾ അവർ മുട്ടയിടും. അവർ പോയതിനു ശേഷം അത് കഴിച്ചിട്ടേ ഞാൻ ഉറങ്ങൂ. ഇത് പറഞ്ഞ് അവൾ കണ്ണടയ്ക്കാതെ ഇരുന്നു. രാവിലെ അവർ കണ്ണു തുറന്നപ്പോൾ മിൻകിക്കൊക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എഴുന്നേൽക്കൂ, പെട്ടെന്ന്, ഞാൻ മുട്ടയിട്ടു കഴിഞ്ഞു. അയ്യോ, എഴുന്നേൽക്കുവാ. എന്തിനാ അലറുന്നത്? എന്താ പറഞ്ഞത്? മുട്ടയിട്ടിട്ട് വന്നെന്നു. നിങ്ങളുടെ ഐഡിയ വളരെ നല്ലതായിരുന്നു. ഈ മുട്ട ഞാൻ കൂട്ടിലിടാതെ ഗുഹയ്ക്കകത്താ ഇട്ടത്. ഇതുവരെ ആ ഗുഹയ്ക്കകത്ത് നമ്മുടെ 9 മുട്ടകളുണ്ട്. ഞാൻ ഇപ്പോൾ പോയി നോക്കിയിട്ട് വന്നതേയുള്ളൂ. ഓഹോ, ഇപ്പോൾ ഇവർ ഗുഹയ്ക്കകത്ത് മുട്ടയിടാനായി തുടങ്ങിയോ? 9 മുട്ടയെന്ന് കേട്ടിട്ട് എന്റെ വായിൽ നിന്നും വെള്ളം വരുന്നു. ഇന്നെനിക്ക് ന്യൂ ഇയർ പാർട്ടിയാണെന്നാണ് തോന്നുന്നത്. അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോവുകയും ചെയ്തു. കുറുക്കനും അവരുടെ പിന്നാലെ പോയി. രണ്ടുപേരും സിംഹത്തിന്റെ ഗുഹയുടെ അകത്തേക്ക് കയറി. കുറുക്കനും ഓടിച്ചാടി പിന്നാലെ പോയി. അയ്യോ, ഇവിടെ നല്ല ഇരുട്ടാണല്ലോ. എവിടെയാ നിങ്ങൾ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇന്ന് നിങ്ങളെ മുഴുവൻ ഞാൻ കഴിക്കും. ആ! അതിന്റെ ശബ്ദം കേട്ട് ഷേർഖാനും അടുത്തേക്ക് വന്നു. ഷേർഖാനെ കണ്ടപ്പോൾ കുറുക്കൻ പേടിച്ച് വിറച്ചു നിന്നു. ഓഹോ, ഇന്ന് നീ എന്നെ തിന്നുമോ? അതും ജീവനോടെ? വാ, നിനക്ക് ഞാനിന്ന് ന്യൂ ഇയർ പാർട്ടി തരാം. അയ്യോ ഷേർഖാൻ, താങ്കളെ ഞാൻ എങ്ങനെ കഴിക്കാനാണ്? അയ്യോ! ഷേർഖാൻ ചാടി വന്നു. അവളുടെ കഴുത്തും ഷേർഖാന്റെ വായിലായി. ഇത് കണ്ട് മിൻകിക്കും ടോണിക്കും ആശ്വാസം ലഭിച്ചു. അവർ തങ്ങളുടെ കൂട്ടിലേക്ക് തിരിച്ചുവന്ന് മിൻകി 3 മുട്ടയും ഇട്ടു. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ചത് കൊണ്ട് എല്ലാം നന്നായി നടന്നു. ഏറ്റവും വലിയ ശക്തിയെയും നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മുട്ടയും വിരിഞ്ഞു. അങ്ങനെ അവരുടെ അമ്മയും അച്ഛനും ആകാനുള്ള സ്വപ്നവും നിറവേറി. നീ എന്താണ് പറഞ്ഞു വരുന്നത് കൊക്കെ? ഞാൻ എല്ലാവരുടെ അടുത്ത് ചെന്ന് ഇത് പറയാനോ? മടി മാറ്റിയിട്ട് കഷ്ടപ്പെടാൻ പറയാനോ? പിന്നെ കാട് വൃത്തിയാക്കാൻ പറയണോ? പക്ഷേ ഞാൻ എല്ലാ മൃഗങ്ങളുടെയും വീട്ടിലേക്ക് ചെന്ന് ഇത് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ വളരെ ക്ഷീണിതനായിരിക്കും. എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം താ. കുറച്ച് സമയമല്ലേ? ശരി, അങ്ങ് ഒരു ദിവസത്തെ സമയം എടുത്തോളൂ. എന്നിട്ട് നാളെ രാത്രിയോടെ തന്നെ ഈ ജോലി നമുക്ക് തുടങ്ങണം. എന്തു ഒരു ദിവസവും? കുറഞ്ഞത് 2-3 വർഷത്തെ സമയമെങ്കിലും താ സഹോദര. മടിയരായ മൃഗങ്ങളും അധ്വാനിയായ കൊക്കും. ഡ്രീംലാൻഡ് കാട്ടിൽ പുലർച്ചെ ആയതേ ഉള്ളായിരുന്നു. ലാലുക്കോഴിയുടെ ദേഹത്ത് സൂര്യന്റെ കിരണങ്ങൾ വീണു. അവൻ കണ്ണു തുറന്നു. അയ്യോ, ഈ സൂര്യനെതിരെ രാവിലെ എത്രയും നേരത്തെ എണീക്കുന്നേ? ഇവനത് അറിയില്ലേ? കോഴികൾ കൂവിയാലാണ് സൂര്യൻ എണീക്കേണ്ടതെന്ന്. നിങ്ങൾ കോഴികളൊക്കെ മടിയന്മാരായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സൂര്യൻ നേരത്തെ എണീക്കുന്നത്. നീ വല്ലാതെ സംസാരിക്കണ്ട.
കോഴി അപ്പൊ തന്നെ ചാടി ഒരു കല്ലിലിരുന്നു കൂവാൻ തുടങ്ങി. അതെ, എന്തിനാ ചുവന്ന കോഴി ഇത്രയും നേരത്തെ കൂവുന്നത്? ഞാനൊന്ന് ഉച്ചവരെ മയങ്ങാൻ പോവായിരുന്നു. ആണോ? നിങ്ങൾ ഉച്ചവരെ കിടന്നുറങ്ങിയാലേ ഉച്ചവരെ ഞങ്ങൾ എന്താ പട്ടിണി കിടക്കണോ? നിങ്ങൾ എണീറ്റ് പോയി ആഹാരം തപ്പിയിട്ട് വാ. ഭക്ഷണം തേടാൻ വേണ്ടി ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്? നിനക്കും എന്റെ കൂടെ വരാൻ പാടില്ലേ? ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വന്ന ഈ പിള്ളേരെ ആര് നോക്കും മനുഷ്യ? മീങ്കു നോക്ക്, അമ്മ ഇതെന്താ പറയണേ? നമ്മളെ നോക്കുന്നത് അമ്മയാണെന്ന്. അച്ഛാ, അച്ഛൻ പോയി കഴിയുമ്പോ അമ്മ നേരെ ബുൾബുൾ ചിറ്റയുടെ വീട്ടിൽ പോവും. എന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകുന്നേരം വരെ സമയം കളയും. അസത്തെ മിണ്ടാതിരുന്നൂടെ നിങ്ങക്ക്? അപ്പുറത്ത് ചോട്ടുമാനും ഉറക്കത്തിന്ന് എണീറ്റു. മമ്മി, എന്താ ഈ രാവിലെ തന്നെ? ഞാൻ ആലോചിക്കുന്നത് ഇതാണ്. നമുക്കൊരിക്കലും വിശന്നിരുന്നില്ലെങ്കിൽ, രാവിലെ ആയില്ലെങ്കിൽ, രാത്രി ആയില്ലെങ്കിൽ ജീവിതം എന്ത് രസമായേനെ. നമുക്ക് ഉറങ്ങിയാൽ മാത്രം മതി, സമാധാനമായിട്ടിരിക്കാം. എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല, ഭക്ഷണം തേടി പോകേണ്ട ആവശ്യവും ഇല്ല. ഒരു ദിവസം മിങ്കു കൊക്ക് ഈ കാട്ടിൽ വന്നു. ശ്ശേ, എന്ത് വൃത്തിയില്ലാത്ത കാടായത്. ഇവിടെയുള്ള മൃഗങ്ങൾക്ക് വൃത്തിയൊന്നുമില്ലേ? അവൻ ആ കാട്ടിൽ 2 ദിവസം നിന്നു. കാട്ടിലെ മൃഗങ്ങളുടെ മടിയൻ സ്വഭാവം കണ്ട് അവന് സങ്കടം വന്നു. കൊക്ക് നേരെ രാജാവായ ഷേർഖാന്റെ അടുത്ത് പോയി. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ എന്താണ് പറഞ്ഞു വരുന്നത് കൊക്കെ? ഞാൻ എല്ലാവരുടെ അടുത്ത് ചെന്ന് ഇത് പറയാനോ? മടി മാറ്റിയിട്ട് കഷ്ടപ്പെടാൻ പറയാനോ? പിന്നെ കാട് വൃത്തിയാക്കാൻ പറയണോ? പക്ഷേ ഞാൻ എല്ലാ മൃഗങ്ങളുടെയും വീട്ടിലേക്ക് ചെന്ന് ഇത് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ വളരെ ക്ഷീണിതനായിരിക്കും. എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം താ. കുറച്ച് സമയമല്ലേ? ശരി, അങ്ങ് ഒരു ദിവസത്തെ സമയം എടുത്തോളൂ. എന്നിട്ട് നാളെ രാത്രിയോടെ തന്നെ ഈ ജോലി നമുക്ക് തുടങ്ങണം. എന്തു ഒരു ദിവസവും? കുറഞ്ഞത് 2-3 വർഷത്തെ സമയമെങ്കിലും താ സഹോദര. എന്റെ ദൈവമേ, ഈ കാട്ടിലെ രാജാവ് വരെ വലിയ മടിയനാണല്ലോ. ഈ കാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊക്ക് തടാകത്തിന്റെ അടുത്തു പോയിരുന്നു. തടാകത്തിന്റെ അകത്തും കുറെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. കൊക്കിനാകെ വിഷമമായി അവിടെ നിന്ന് നടന്നു. അവൻ ഈ കാടിനെ വിട്ടു പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതിനു മുമ്പ് പെട്ടെന്ന് അവൻ എന്തോ ഒന്ന് ചിന്തിച്ചു. മാന്ത്രിക ജലദേവത. പെട്ടെന്ന് അവന്റെ മുഖത്ത് ചിരി വന്നു. വൈകുന്നേരം ആയപ്പോൾ ലാലു കോഴിയുടെ അടുത്ത് വന്നു. കല്ലിൽ കയറിയിരുന്നു നിലവിളിക്കാൻ തുടങ്ങി. എല്ലാവരും കേൾക്കൂ, ഡ്രീംലാൻഡ് കാട്ടിലെ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും രാജാവായ ഷേർഖാനും അവിടെ വന്നു. എന്താ പറയാനുള്ളത്? എന്തിനാ രാവിലെ തന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഇത് പറയൂ. നിങ്ങളിൽ ആർക്കൊക്കെ ഇത് വേണം? ആർക്കൊക്കെയാണ് ആഗ്രഹമുള്ളത്? ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ? ഞങ്ങൾ എല്ലാവർക്കും അങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത്. അപ്പോഴേക്കും ഷേർഖാൻ അത്ഭുതത്തോടെ ചോദിച്ചു, അങ്ങനെ പറ്റുമോ? ഇന്നലെ വൈകുന്നേരം ഞാൻ കുളക്കരയിൽ ഇരിക്കുമ്പോൾ ഒരു മാന്ത്രിക ജലദേവത പ്രത്യക്ഷപ്പെട്ടു. അവരെന്നോട് പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കും എന്തു വേണമെങ്കിലും ചോദിക്കാം, അവരെന്താഗ്രഹവും സാധിച്ചു തരും. ഇത് കൊള്ളാലോ. എങ്കിൽ ഞങ്ങൾ എല്ലാവരും അവരോട് ഇത് ചോദിക്കും, ഞങ്ങൾക്ക് ഒരിക്കലും ജോലി ചെയ്യേണ്ടി വരരുതെന്ന്, ഭക്ഷണം കഴിച്ചും കുടിച്ചും വിശ്രമിച്ചും സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. അതെ, ഞാനും അതുതന്നെ അവരോട് പറഞ്ഞത്. അപ്പം അവരെന്നോട് പറഞ്ഞു, എൻ്റെ 2 സഹോദരിമാരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ആഗ്രഹം സാധിച്ചു തരാമെന്ന്. എന്നാൽ അവരുടെ 2 സഹോദരിമാർക്കും വൃത്തിയും വെടുപ്പും ആവശ്യമാണ്. പിന്നെ മടിയന്മാരായ മൃഗങ്ങളെ അവർക്ക് ഇഷ്ടമല്ല. നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ നിന്ന് പോവും. അതേ കൊക്കെ, ഇങ്ങനെ ഒരു അവസരം പാഴാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ ജലദേവതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ കാടിന്റെ രൂപം തന്നെ മാറ്റാൻ ഞങ്ങൾ തയ്യാറാ. പ്രിയപ്പെട്ട കാട്ടുവാസികളെ, നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യാതെ ജീവിതം നയിക്കണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കഷ്ടപ്പെടുക. നമുക്ക് ഈ കാടൊന്ന് വൃത്തിയാക്കാം, കഷ്ടപ്പെട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ എല്ലാ മൃഗങ്ങളും കാട് വൃത്തിയാക്കാൻ മുതിർന്നു. അതുകൂടാണ്ട് എല്ലാവരും നേരത്തെ എണീക്കും, സമയത്ത് ആഹാരം തപ്പാൻ പോകും.
കഴിക്കുന്ന ആഹാരത്തിന്റെ ബാക്കി വലിച്ചെറിയാതെ ഒരു കൊട്ടയിന്റെ അകത്ത് അവര് മാറ്റിവെക്കും. അത് കാരണം കാടും നല്ല വൃത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റി. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂട്ടം ചേർന്ന് മിങ്കു കൊക്കിന്റെ അടുത്തേക്ക് വരും. മിങ്കു കൊക്കെ, നീയല്ലേ പറഞ്ഞത് 3 ദിവസത്തിന് ശേഷം ജലദേവതകൾ ഇങ്ങോട്ട് വരുമെന്ന്? പറയൂ, അവരെന്താ ഇപ്പോഴും വരാത്തത്? നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം. ദിവസങ്ങൾക്ക് മുൻപ് ഈ കാട്ടിൽ മാലിന്യത്തിന്റെ ദുർഗന്ധം വമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പൂക്കളുടെയും മരങ്ങളുടെയും സുഗന്ധം പരക്കുന്നു. മാലിന്യം നിറഞ്ഞിരുന്ന കുളത്തിലെ വെള്ളം ഇപ്പോൾ വളരെ ശുദ്ധമാണ്. എന്നിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം പാഴാക്കി ആരോഗ്യം നശിപ്പിക്കുകയാണ്. അതിപ്പോൾ ശരിയായില്ലേ? നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇത്രയും കിട്ടിയതിന് ശേഷം ഇനി ജലദേവതയുടെ ആവശ്യമുണ്ടോ? നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ജലദേവതയെക്കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മടിയെല്ലാം മാറ്റിയത്. മാത്രമല്ല നമ്മുടെ കാടിനെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ തയ്യാറായത്. ഒരുമിച്ച് എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഞെട്ടലായി. കൊക്കിനോടുള്ള ദേഷ്യം അവർക്ക് കൂടി കൂടി വന്നു. നീ ഞങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കിയല്ലേ? നീ നോക്കിക്കോ, ഞങ്ങൾ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഷേർഖാനും ബാക്കിയുള്ള മൃഗങ്ങളും പക്ഷികളോടും ചർച്ച ചെയ്തു. കൊക്കിനെ ഒരു കൂട്ട് തടങ്കിലാക്കി. കൊക്കിന് അവൻ ചെയ്ത കാര്യത്തിന് കുറ്റബോധം തോന്നി. അടുത്ത ദിവസം 2 ആൾക്കാർ കാട്ടിലേക്ക് വന്നു. ദൈവമേ, ഈ മനുഷ്യന്മാരിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല രാജേഷ്, നീയല്ലേ പറഞ്ഞത് ഈ കാട് വളരെ വൃത്തികെട്ടതാണെന്ന്? കാട്ടിലെല്ലായിടത്തും മാലിന്യം കിടക്കുന്നതെന്ന്, ഇവിടെയുള്ള കുളം പോലും വൃത്തികേടാണെന്ന്. പക്ഷേ ഇത് വളരെ മനോഹരമായ വൃത്തിയുള്ള കാടാണല്ലോ. അല്ല, ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഇതൊരു വൃത്തികെട്ട കാടായിരുന്നു. ഇതെങ്ങനെ വൃത്തിയായെന്ന് മനസ്സിലായില്ല. നമ്മൾ ഈ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ റോഡ് പണിയാൻ വേണ്ടി വന്നതല്ലേ. പക്ഷേ ഇത്ര മനോഹരമായ കാട് വെട്ടിത്തെളിക്കാൻ സർക്കാർ നമുക്ക് പെർമിഷൻ തരില്ല. വരൂ വരൂ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇതും പറഞ്ഞ് അവരവിടെന്ന് പോയി. രാജാവായ ഷേർഖാൻ എല്ലാ മൃഗങ്ങളെയും പക്ഷികളെ ഒരുമിച്ച് ചർച്ചയ്ക്ക് വിളിച്ചു. മൃഗങ്ങളെ, കൊക്ക് നമ്മളോട് നുണ പറഞ്ഞിട്ട് ഈ കാട് വൃത്തിയാക്കിച്ചു. പിന്നെ കഠിനാധ്വാനത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കി. അതിലൊരു തെറ്റുമുള്ളതായി തോന്നുന്നില്ല. ഇന്ന് നമ്മുടെ കാട് വൃത്തിയും വെടിപ്പും ഇല്ലാത്തതായിരുന്നെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് നശിപ്പിക്കാൻ തയ്യാറാവുമായിരുന്നു. ഇത് വൃത്തിയും വെടിപ്പുള്ളതായതുകൊണ്ട് അവർ തിരിച്ചുപോയി. ദൈവമേ, അപ്പോൾ നമ്മളെല്ലാവരും ഈ കാട്ടിൽ സുരക്ഷിതരായിരിക്കാൻ കാരണം കേവലം ആ ചെറിയ മിങ്കു കൊക്കാണല്ലേ? അങ്ങനെ കൊക്കിനെ അവർ തുറന്നു വിട്ടു. എന്നിട്ട് അവനോട് ചെയ്ത തെറ്റിന് മാപ്പും ചോദിച്ചു. പ്രിയപ്പെട്ട കൊക്കെ, ഇന്ന് ഞങ്ങൾ മടിയൊക്കെ മാറ്റി ഇപ്പൊ ഈ കാട് എങ്ങനെയാണോ കാണുന്നത് അതേപടി ഈ കാടിനെ ഞങ്ങൾ നിലനിർത്തുന്നതാണ്. ഞങ്ങൾക്ക് മനസ്സിലായി, കഠിനാധ്വാനം കൊണ്ട് പ്രയോജനം മാത്രമേ ലഭിക്കൂ, നഷ്ടമൊരിക്കലും ഉണ്ടാവില്ലെന്ന്. ഇത് കേട്ടപ്പോ കൊക്കിന് ഒരുപാട് സന്തോഷമായി. എല്ലാ മൃഗങ്ങളും ചേർന്ന് തടാകത്തിന്റെ അടുത്ത് തന്നെ അവനൊരു വീട് വെച്ചു കൊടുത്തു. അതിലവൻ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി.